إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ولا تقتلوا أنفسكم إن الله كان بكم رحيما ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസിയത്ത് ചെയ്യണം. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അവരൊക്കെ ചേർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതുപോലെ അബൂദർദ റളിയല്ലാഹു അൻഹു ഈ രണ്ട് സഹാബികളും തമ്മിൽ അവർക്കിടയിൽ സഹോദരൻ ഉണ്ടാക്കി. ഹിജ്റ കഴിഞ്ഞ് മദീനയിലെത്തിയപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ സഹോദരൻ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഇവർ തമ്മിലാണ് ഉണ്ടാക്കിയത്. പിന്നെ കുറേ കാലം കഴിഞ്ഞു പണ്ടത്തെ സഹോദരനെ കാണാൻ വേണ്ടി സൽമാനുൽ ഫാരിസി വരികയാണ് മദീനയിലേക്ക്, അബൂദർദാവിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ വന്നപ്പോൾ അബൂദർദാവിൻ്റെ ഭാര്യ ഇങ്ങനെ കീറി പറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് വളരെ ക്ഷീണിതയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സൽമാൻ ഫാരിസി ചോദിച്ചു, എന്ത് പറ്റി ചോദിച്ചു. അപ്പോൾ അവരതിന് മറുപടി പറഞ്ഞത്, അഖൂക ലൈസ ലഹു ഹാജത്തുൻ ഫി ദുനിയ, നിങ്ങളെ സഹോദരൻ അബൂദർദാന് ഈ ദുനിയാവിനോടൊന്നൊരു ആവശ്യമില്ല, 100% ആത്മീയ ലോകത്തിലാണ്, ഭൗതിക ലോകമായിട്ടൊന്നൊരു ബന്ധമില്ല, ഭാര്യാഭർത്തൃ ബന്ധം അതൊന്നും അദ്ദേഹത്തിനില്ല, വലിയ ആരാധനകളുമായിട്ട് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂദർദാവ് വന്നു. അപ്പോൾ അതിഥി വന്നപ്പോൾ സന്തോഷമായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഭക്ഷണം മുമ്പിൽ വെച്ച് കൊടുത്തപ്പോൾ സൽമാൻ ഫാരിസി പറഞ്ഞു, നിങ്ങളും കഴിക്കാം, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്. അപ്പം സൽമാൻ ഫാരിസി വന്നാൽ എനിക്കും വേണ്ട, നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട. അപ്പം അദ്ദേഹം നോമ്പ് ഒഴിവാക്കി, സുന്നത്ത് നോമ്പല്ലേ, അതിഥിക്ക് വേണ്ടി അത് ഒഴിവാക്കി ഭക്ഷണം കഴിച്ചു. പിന്നെ അന്ന് അവിടെ രാത്രി കഴിച്ചു കൂട്ടാൻ വിചാരിച്ചു. സൽമാൻ ഫാരിസി പണ്ടൊക്കെ ഒരുമിച്ച് താമസിച്ചതാണ്, നബി തിരുമേനി മദീനയിൽ വന്ന പോലെ ഒരുമിച്ചാക്കിയതാണല്ലോ. അങ്ങനെ രാത്രി അവിടെ കൂടി ഇദ്ദേഹം ഇശാ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്, ഉളൂഹ് എടുത്ത് നിസ്കരിക്കാൻ വേണ്ടി, രാത്രി നിസ്കാരം. അപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഇടപെട്ടിട്ട് ആയിട്ടില്ല, ഉറങ്ങേണ്ട സമയമാണ്. പിന്നെ കുറേ കഴിഞ്ഞ് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റു, ഇല്ല എഴുന്നേൽക്കാനായിട്ടില്ല. അദ്ദേഹത്തെ ചില പാഠം പഠിപ്പിക്കാൻ ഉറക്കമൊഴിച്ച് സഹോദരൻ സമയം ചെലവഴിക്കുകയാണ്. അങ്ങനെ രാത്രിയുടെ അവസാന സമയമായപ്പോൾ അതിന് എഴുന്നേറ്റ് പറഞ്ഞു. ഒരു 2 പേരും നമസ്കരിച്ചു, രാത്രി നിസ്കാരം, തഹജ്ജുദ് നമസ്കാരം. അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ സഹോദരൻ അബൂദർദാവിനോട് പറഞ്ഞു, ഇന്നലി റബ്ബിക അലൈക ഹഖൻ, നിനക്ക് നിന്റെ റബ്ബിനോട് ചില ബാധ്യത ഉണ്ട്, അത് നിർവഹിക്കണം. വലി നഫ്സിക അലൈക ഹഖൻ, അതുപോലെ നിന്റെ ശരീരത്തിനോടും നിനക്ക് ചില ബാധ്യതയുണ്ട്, അത് നീ നിർവഹിക്കണം. വൈന്നലി അഹ്ലിക അലൈക ഹഖൻ, പിന്നെ നിന്റെ ഭാര്യയോട്, കുടുംബത്തോട് നിനക്ക് ചില ബാധ്യത ഉണ്ട്, അതൊക്കെ നീ നിർവഹിക്കണം എന്നാണ്.
ഇത് നബി തിരുമേന്റെ അടുത്ത് വിവരെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ സൽമാൻ പറഞ്ഞത് സത്യമാണ്. അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നല്ല ധാരണ ഉണ്ട് ദീനെപ്പറ്റി. ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് അത്ഭുതകരമായ യാത്രയൊക്കെ നടത്തി അങ്ങകലെ പേർഷ്യയിൽ നിന്നൊക്കെ വന്ന് ഇസ്ലാം ദീൻ നന്നായി പഠിച്ച ഒരു മനുഷ്യനും കൂടിയാണല്ലോ അദ്ദേഹം. അപ്പൊ ഇത് ഞാൻ ഇവിടെ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു അൽ-ളറൂറിയാത്തുൽ ഖംസ്, 5 കാര്യങ്ങൾ, അടിയന്തരമായ 5 കാര്യം, അതിന്റെ സംരക്ഷണത്തിന് ഇസ്ലാം കൊടുക്കുന്ന പ്രാധാന്യം. അങ്ങനെ അത് 5 സംരക്ഷിച്ചില്ലെങ്കിൽ ഇവിടെ ഗുണം ഉണ്ടാവില്ല, ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ അടിയന്തരമായ 5 കാര്യങ്ങളാണ്. അപ്പം അതിലൊന്ന് ഹിഫ്ളുദ്ദീൻ, മതസംരക്ഷണം. അതിന് ചില വഴികൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ. രണ്ടാമത്തത് ഹിഫ്ളുൻ നഫ്സ്, നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക. നമ്മുടെ ശരീരം എപ്പോഴും ആരോഗ്യമുള്ള ഒരു ഫ്രഷായി ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കണം. അങ്ങനെയാണ് നമ്മുടെ ദീന് പഠിപ്പിക്കുന്നത്. അതിനെ ക്ഷീണിപ്പിക്കുന്ന രൂപത്തിൽ ഏത് കാര്യമാണെങ്കിലും, ഇതിപ്പോ അള്ളാഹുവിലേക്ക് അടുക്കുന്ന വലിയ ഇബാദത്തുകളെ പറ്റിയപ്പോ ഈ പറയണേ, അത് തന്നെ ഓവറായാലുള്ള പ്രശ്നം ഈ പറഞ്ഞത്. അതിനെതിരെ ശക്തമായ നബി നിലകൊണ്ട് നമുക്കൊക്കെ അറിയാം. 3 ആൾക്കാർ വന്നില്ലേ നബിന്റെ ആരാധനകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നബി അവിടെ അല്ലാത്ത നേരം ഓലിങ്ങനെ പറയാം, ഞാനിനി എന്ന് നോമ്പെടുക്കും. മറ്റേയാൾ പറഞ്ഞു ഞാൻ രാത്രി ഉറങ്ങൂല, വേറൊരുത്തം ഞാനിനി പെണ്ണിട്ടൂല ഒക്കെ പറഞ്ഞപ്പോ അവരെ വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെങ്ങനെയൊക്കെ പറഞ്ഞ്, ഞാൻ രാത്രി ഉറങ്ങുന്ന ആളാണ്, ഞാൻ വിവാഹം ചെയ്ത ആളാണ്, ഞാൻ നോമ്പെടുക്കലുണ്ട് ഒഴിവാക്കലുണ്ട്, ഇതാണ് എന്റെ സുന്നത്ത്. ഇത് ഇഷ്ടമല്ലെങ്കിലോ എന്നിൽപ്പെട്ടവനല്ല. മറ്റൊക്കെ ഒരു ആവേശപ്പെടേ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ വരിക. അപ്പൊ ഏതായാലും ശരി, നമ്മുടെ ശരീരം, അതിന്റെ സംരക്ഷണം, അതിന് പല രൂപമുണ്ട്. അതിലൊന്ന്, അതിന് രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതൊക്കെ ഇബാദത്താണ്. നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രോഗം വന്നാൽ എന്ത് ചെയ്യണം? തദാവോ, നിങ്ങൾ ചികിത്സിക്കണം. ഇബാദത്തുള്ള അള്ളാഹുവിന്റെ അടിമകളെ, ഫൈനല്ലാഹ ലം യളദാൻ ഇല്ലാ വലൗ ദവാൻ. ഇവിടെ ഏതൊരു രോഗം ഉണ്ടായാലും മരുന്നും ഉണ്ടാവും. അവ മരുന്ന് കണ്ടുപിടിക്കണം. അല്ല ഞാൻ ചികിത്സിക്കണില്ല, ഞാൻ തവക്കുൽ ചെയ്യാന്നൊക്കെ പറയും ചിലത്, അതിന് കവിഞ്ഞിട്ട്. അതല്ല ഇവിടെ ചികിത്സിക്കാൻ പറയാണ്. കാരണം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വേണ്ടേ, പിന്നെ തവക്കുൽ ചെയ്യണമെങ്കിൽ ഓന് ജീവിച്ചിരിക്കണ്ടേ. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്, അത് ശ്രദ്ധിക്കണം എന്നവിടെ പറയുന്നത്. ഇനി ഇത് വരാതിരിക്കാൻ, രോഗം വരാതിരിക്കാനോ അതിലുള്ള വഴികൾ കുറെ ഉണ്ടല്ലോ. അതിലൊന്നാണ് ഹറാമ് ആയത്, ഹറാമാക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. നിഷിദ്ധമായത് വളരെ കുറവേ ഉള്ളൂ. ആ നിഷിദ്ധമാക്കപ്പെട്ട ഭക്ഷണം കഴിക്കാതെ നമ്മുടെ ശരീരം ദോഷേ ചെയ്യുള്ളൂ. ഉദാഹരണം മദ്യം, അതൊക്കെ നിഷിദ്ധമാണ്. അതൊക്കെ മനുഷ്യന്റെ ശരീരത്തെ കാർന്നു തിന്ന രോഗങ്ങളല്ലേ, അതൊക്കെ പ്രത്യേകം പറയേണ്ട വിഷയമൊന്നുമില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ഇവിടെ പറയുന്നത്. ഇതുപോലെ ഇതൊന്നും നീട്ടി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വഴി, ഒരുപാട് വഴികൾ പണ്ഡിതന്മാർ പറഞ്ഞ ചിലത് ഞാൻ പറയാം. ഹിഫ്ളുൻ നഫ്സ് വളരെ പ്രധാനമാണ്. അത് നമ്മുടെ ശരീരം, മറ്റുള്ളവരുടെ ശരീരമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരും ഇവിടെ സുരക്ഷിതമായി ജീവിക്കണം, ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന മറ്റൊരു വിഷയമാണ് അമിതമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അമിതമാക്കാൻ പറ്റൂല. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു, കുലു വശ്റബു, നിങ്ങൾ തിന്നുക കുടിക്കുക, അതൊരു ഇബാദത്താണ്. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ കഴിക്കുന്നതില്ല, അതൊക്കെ നിയ്യത്താണെങ്കിൽ അതൊക്കെ ഇബാദത്താണ്. അല്ലാഹ് പറയാണ് കുലു വശ്റബു, നിങ്ങൾ തിന്നുക കുടിക്കുക. അവിടെ ജീവിതം നിലനിർത്താൻ ആവശ്യമല്ലേ, ഭക്ഷണം കഴിക്കല് നിർബന്ധമാണ്. ഭക്ഷണം കഴിക്കണം. ഒരാളെ ഭക്ഷണം കഴിക്കില്ലാതെ മരിച്ചുപോയവന് ആത്മഹത്യ ചെയ്ത കുറ്റ കിട്ടുക, ഭയങ്കര അപകടമാണ്. അവ തിന്നണം, കുടിക്കണം. പക്ഷെ പിന്നെ പറഞ്ഞു വലാ തുസ്രിഫു, പക്ഷേ അമിതമാക്കരുത് പറഞ്ഞു. അമിതമാക്കരുത്, അത് പ്രശ്നമാണ്. അത് ശരീരത്തിന് പ്രശ്നമാണ്, ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന വിഷയമാണ്. അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ഒന്നും പറയേണ്ടതില്ല. അതുകൊണ്ട് അമിത ഭക്ഷണം, നമ്മുടെ ശരീരം മറന്നുകൊണ്ടുള്ള ഭക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് മാത്രം പറയാം, മാ മല ആദമിയുൻ വിആൻ ശർറൻ മിൻ ബത്ൻ. ആദമിന്റെ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അവന് നിറക്കുന്ന ഏറ്റവും മോശപ്പെട്ട പാത്രം,
അവൻ നിറക്കുന്ന ഏറ്റവും മോശപ്പെട്ട പാത്രം വയറാണ്, അതിനേക്കാൾ വലുതൊന്നുമില്ല. ബിഹസ്ബി ഇബ്നി ആദം, ആദമിന്റെ മകന് മതി യുഖിംന സുൽബഹു, അവനെ നിലനിർത്താൻ, അവനെ ജീവിപ്പിക്കാനുള്ള ഭക്ഷണങ്ങൾ ഏതാനും ചില ഉരുളകളും മതി എന്ന് പറയാം. ഇനി അത്യാവശ്യമാണ്, അതൊന്നും പോരാണെങ്കിൽ പ്രശ്നമില്ല. ഫൈൻകാനലാ മഹാല, അവൻ അധികം തിന്നണം എന്നാണെങ്കിൽ എത്ര വരെ പോകാം? ഫസുലുസുല്ലി തൊഴാമി, വയറിന്റെ 1/3 ഭക്ഷണത്തിന്. അതുപോലെ വസുലുസുല്ലി ഷറാബി, അതിന്റെ 1/3 വെള്ളത്തിന്. വസുലുസുല്ലി നഫസി, 1/3 കാലിയാക്കണം. അപ്പൊ വയറിന്റെ അതിന്റെ വ്യാസം എത്രയാണ്? ഒരു 3 ഭാഗമാക്കിയാൽ 2/3 വരെ കഴിക്കാം, വളരെ അത്യാവശ്യമാണെങ്കിൽ. എന്നാലും പള്ള കുറെ കാലിയാക്കി ഇടണമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതില്ലാത്തത് കൊണ്ടുള്ള ദുരന്തം, ഇന്നത്തെ അസുഖങ്ങൾ മുഴുവൻ എന്തായിരിക്കും നമുക്കറിയാലോ, കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതില്ല. ഭക്ഷണം കൂടിയത് കൊണ്ടുള്ള അസുഖങ്ങളാണ് ഈ കാലഘട്ടത്തിൽ പലരും നേരിടുന്നത്. ഇനി നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്, നാവിന് ചില പങ്കുണ്ട് എന്ന് പറയാം. നാവ്, അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് പറയാം. കുല്ലി ഇബാദി, എന്റെ അടിമകളോട് പറയുക പ്രവാചകരെ, യഖൂലുല്ലത്തി ഹിയ അഹ്സൻ, അവർ നല്ല വാക്ക് പറയട്ടെ. നാവ് ഉപയോഗിക്കുക, നല്ല കാര്യത്തിന് ഉപയോഗിക്കുക, നല്ലത് പറയാം. നബിയുടെ എല്ലാ പ്രസംഗത്തിന്റെ ആമുഖത്തിലും അഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയാന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന ശൈത്താന യൻസഖു ബൈനഹും, പിശാചിന്റെ ഇടയിൽ ഇടപെടും, പ്രശ്നം ഉണ്ടാക്കും. നമ്മളെ മോശമായ വാക്ക് പറയുമ്പോൾ നമുക്കിടയിൽ അവർക്കിടയും പിശാച് പ്രശ്നം ഉണ്ടാകും. പിന്നെ അവസാനം അത് തർക്കമാവും, കയ്യാങ്കളിയൊക്കെ എത്തും. അപ്പോൾ വേറുള്ള ആൾക്കാർ കച്ചറ കൂടുമ്പോഴൊക്കെ അതൊക്കെ പ്രശ്നമാണ്. അതൊക്കെ ശരീര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിന് പ്രതികൂലമായി നിൽക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മളൊക്കെ കേട്ട ഹദീസ്, മൻ സലിമൽ മുസ്ലിമൂന അൽ മുസ്ലിം, മുസ്ലിമിന് നിർവചനം പറഞ്ഞതാ. ആരാണ് മുസ്ലിം? ആ മുസ്ലിം അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെട്ടിരിക്കും. അപ്പൊ അവന്റെ നാവ് കൊണ്ടും മറ്റുള്ള ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാവില്ല, അവന്റെ കൈ കൊണ്ടും. മറ്റുള്ള ആൾക്കാരുടെ നഫ്സും സംരക്ഷിക്കണമല്ലോ, നമ്മുടേതും മറ്റുള്ളവരുടേതും ഒക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇനിയോ നമ്മുടെ സംരക്ഷണത്തിന്റെ ഭാഗം അതിശക്തമായി ഇസ്ലാം വിലക്കിയൊരു കാര്യമാണെന്ത്? ആത്മഹത്യ ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്. ഇന്നഹു കാന ബിക്കും റഹീം, അല്ലാഹു നിങ്ങളോട് അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. നമ്മൾ പറയും എന്റെ ശരീരമാണ്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാം. എന്ത് നമ്മുടെ ശരീരമാണോ അത്? നമ്മൾ വിചാരിച്ചിട്ടുണ്ടായ ശരീരമാണോ? നമ്മൾ ഘടിപ്പിച്ചുണ്ടാക്കിയതാണ് നമ്മുടെ ശരീരം. നമ്മളെ ലക്ഷക്കണക്കിന് ബീജങ്ങൾ, അത് ലക്ഷണമൊത്തൊന്ന് മാതാവിന്റെ അണ്ടവുമായി ചേർന്ന് അങ്ങനെ ഉണ്ടായതല്ലേ. അപ്പൊ ഇവിടെ ലക്ഷണമൊത്ത ആൾക്കാരപ്പോ നമ്മളിവിടെ ഉണ്ടാണെന്നുള്ള തീരുമാനിച്ചതാണ്. പിന്നെ അത് നമുക്ക് എന്റെ ശരീരം എന്റേതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ കളയല്? അതിന്റെ അവകാശമല്ല. മാത്രമല്ല ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? വമയ്യഫ്അൽ ദാലിക, അങ്ങനെ ആരെങ്കിലും സ്വന്തത്തെ കൊന്നാൽ ഉദ്വാനം വളുൽമൻ ഫസൗഫ നുസ്ലീ നാർ, അവനെ നരകത്തിലിട്ട് നമ്മൾ കരിക്കുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാ, മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, ഒരാളൊരു ഇരുമ്പ് കൊണ്ട്, ആയുധം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് വെക്കുക. കത്തി കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധം ഉപയോഗിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അതെന്ത് ചെയ്യും? ആ പരലോകത്തിൽ അതെന്ത് ചെയ്യും? നരകത്തിൽ അവനങ്ങനെ കഴുത്ത് മുറിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ കഴുത്ത് മുറിച്ചു കൊണ്ടേയിരിക്കും കലാകാലവും എന്നാ പറഞ്ഞു. ഇനി അതല്ല, ഒരാൾ വിഷം കഴിച്ചിട്ടാണെങ്കിലോ അതിന്റെ ദുരന്തം പിന്നെ എന്നും നിലനിൽക്കുക. ഇനി മുകളിൽ നിന്ന് ചാടിയിട്ടാണെങ്കിലോ അതെന്നും ആ അപകടം ഇങ്ങനെ നിലനിൽക്കുക. ഖാലിദ മുഖല്ലത്, സ്ഥിരമാകുന്ന പറഞ്ഞു, സ്ഥിരമാകുന്ന നരകത്തില്. അപ്പൊ അങ്ങനെ വല്ല ആത്മഹത്യ ചെയ്ത വല്ല നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്, ഈ പണ്ഡിതന്മാർ പറഞ്ഞു, ഓൽക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്താൻ നോക്കുക, അതല്ല എന്താ ചെയ്യാ എന്നൊക്കെ പറയലുണ്ട്. അപ്പൊ ഏതായാലും ശരി, ഇതൊക്കെ നമ്മുടെ നഫ്സിന്റെ സംരക്ഷണത്തിനെതിരാണല്ലോ. സംരക്ഷിക്കണം എന്ന നിലക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായാലും ശരി, ഈ രൂപത്തിൽ സ്വന്തം സംരക്ഷണത്തിന്റെ വിഷയം, പിന്നെ മറ്റുള്ളവരെ ഒതിച്ചുകൾ, ഇതന്നെ എത്ര പ്രശ്നമാണെങ്കിൽ വേറൊരുത്തന് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശം ഇല്ലാതെയാക്കുന്ന ഒരു പ്രവർത്തനം ഒരാൾ ചെയ്യണല്ലേ കൊലപാതകം എന്ന് പറയാം. എങ്കിലും അത് എത്ര അപകടം ഉണ്ടാവും, കൂടുതലൊന്നും പറയാതെ എല്ലാവർക്കും അറിയുന്ന ആയത്താവുക, വമൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ്, ഒരാള് വേറൊരുത്തനെ കൊല്ലാണ്. ബിഗൈരിന് വേറൊരുത്തൻ ഒരാളെ കൊന്നതിന് പകരം നിലനിൽക്കുന്നല്ല എങ്കിൽ അവനെ പറ്റി പറയുന്നത് ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ലോകരെ മുഴുവനും കൊന്നവനെ പോലെ. ഒരാളെ കൊന്നാൽ തന്നെ ലോകത്തെ മുഴുവൻ എല്ലാ മനുഷ്യന്മാരെയും കൊന്ന പോലെ. അപ്പൊ എത്ര വലിയ അപകടമാണ് അയാൾക്കുണ്ടാവുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സത്യവിശ്വാസിയെ ഒരാള് സവാലുദ്ദുന്യ, ഈ ലോകം മുഴുവനും നീങ്ങിപ്പോ, ഒക്കെ നശിക്കുക, ലോകം മുഴുവൻ. അഹ്വനു അലല്ലാഹി മിൻ ഖത്ലി റജുൽ മുസ്ലിം, ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ കൊല്ലുന്നേക്കാൾ വലിയ അപകടമായിട്ട് അള്ളാഹിന്റെ അടുത്തുള്ള ഗൗരവമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാണ്. അപ്പൊ ഇതൊരു മുസ്ലിമിന് മാത്രമൊന്നുമല്ല, മുസ്ലിം അല്ലാത്തവരൊന്നും കൊല്ലാൻ പറ്റൂല, ആരും കൊല്ലാൻ പറ്റൂല. കാരണം കൊല്ലണമെങ്കിലൊക്കെ അതിന് പ്രത്യേക നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭരണാധികാരം ഉള്ള ആൾക്കാർ അവർ ചെയ്യും, അതിന്റെ ഷർത്ത് നിബന്ധനയൊക്കെ ഒത്തു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അല്ലാത്തവരെ കൊന്നു കഴിഞ്ഞാൽ എന്താ, മൻ ഖതല മുആഹദൻ, നമ്മളുമായി ഉടമ്പടിയുള്ള ഒരാളെ, എല്ലാവരും സമാധാനം ജീവിക്കണം എന്നുള്ളൊരു ഉടമ്പടിയിൽ അപ്പൊക്കുള്ളത്, അങ്ങനെയുള്ള ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കുകയില്ല. എന്നാൽ സ്വർഗത്തിന്റെ സുഗന്ധം എത്ര 40 വർഷം അകലേക്ക് വരെ ഉണ്ടാകും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ? ഒന്ന് സ്വന്തം സംരക്ഷണം, സുരക്ഷ. ഇസ്ലാം വലിയ പ്രാധാന്യമാണ് മനുഷ്യന് മാത്രമല്ല അല്ലാത്ത ജീവികളെയും അകാരണമായിട്ടൊന്നും കൊല്ലാൻ പറ്റൂല. അതിനൊക്കെ ചില നിബന്ധനകളും കാര്യങ്ങളും. പിന്നെ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു അവിടെ പലതും നിശ്ചയിച്ചിട്ടുണ്ട്, അവർക്ക് ഉപയോഗിക്കാൻ. അതിനൊക്കെ അവർ ഭക്ഷണമാക്കാനും മറ്റിനൊന്നും വിരോധമല്ല. എന്നാൽ മനുഷ്യർ അവരെ അള്ളാഹു അല്ലാതെ ആദരിച്ചിട്ടുണ്ട്. അവരൊക്കെ കറംനാ ബനി ആദം, ഖുർആനിൽ പറഞ്ഞല്ലേ, ആദമിന്റെ മക്കളെ നമ്മൾ ആദരിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഈ ആദരവുണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ നശിപ്പിക്കാനും വേറെ കാര്യങ്ങൾ ശ്രമിക്കുമ്പോൾ അത് വലിയൊരു അപകടമാണ്. ഈ രൂപത്തിലുള്ള കൊലപാതകങ്ങൾ വർദ്ധിച്ചാൽ പിന്നെ ഇവിടെ വല്ല വ്യവസ്ഥ ഉണ്ടാവും, നമുക്ക് ആലോചിച്ചറിയാലോ. അതുകൊണ്ടാണ് ഇത്തരം 5 കാര്യത്തിൽ രണ്ടാമത്തെ വിഷയം പറഞ്ഞ് അതിന് തകരാറ് വരുത്തിയാൽ എല്ലാ മഫ്സദത്തിന്റെയും തുടക്കമാകും, പിന്നെ ലോകം തന്നെ നിലനിൽക്കൂല. അപ്പൊ ഏറ്റവും നല്ല കാര്യങ്ങൾ മുഴുവനും ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഖുർആൻ ഏറ്റവും നല്ലതിലേക്കാണ് വഴി നടത്തുന്നത്. അപ്പൊ എല്ലാ നിലക്കുള്ള സമാധാനം ഉണ്ടാണ്, ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത് എന്ന രൂപത്തിലുള്ള സന്ദേശമാണ് അതിലുള്ളത്. പലരും അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നിവിടെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യാം. അകാരണമായി ഒരുത്തനെ വധിച്ചാൽ ലോകരെ മുഴുവനും കൊല്ലുന്നത് പോലെ എന്ന് പറഞ്ഞ വചനത്തിന്റെ തൊട്ട് താഴെ വമൻ അഹ്യാഹ, ഇനി ഒരാൾ ഒരുത്തനെ ജീവിപ്പിച്ചു നോക്കുകയാണ്. ഒരാൾക്ക് ജീവൻ കിട്ടാൻ കാരണക്കാരനാകാം, അല്ലെങ്കിൽ അവൻ ലോകരെ മുഴുവനും ജീവിപ്പിച്ചതുപോലെ അന്നമ അഹ്യന്നാസ ജമിഅൻ. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പൊ ഞാൻ ഖുർആനിൽ ആധികാരികമായി തഫ്സീറൊക്കെ പറയുന്ന ചില പൂർവികരുടെ കൂട്ടത്തിൽ ഇമാമിങ്ങളുണ്ടല്ലോ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇമാം മുജാഹിദ്. അദ്ദേഹം അതിന് പറഞ്ഞ അൻജാഹാമിൻ ഓറഖിൻ, ഒരാൾ മുങ്ങി മരിക്കുക നോക്കുക. അയാൾക്ക് നീന്തൽ അറിയില്ലായിരിക്കും. ഏതായാലും അത് കാണുന്ന ഒരാൾ എന്ത് ചെയ്യാം, അവിടേക്ക് ചാടിയിട്ട് അയാളെ രക്ഷപ്പെടുത്തുക. അപ്പൊ അയാളെ ജീവിപ്പിച്ചു. അല്ലെങ്കിൽ അയാൾ മരിക്കും എന്നൊരവസ്ഥയിലാണുള്ളത്. അല്ലെങ്കിൽ ഹറക്ക, അല്ലെങ്കിൽ കത്തിക്കയറിയാണ്, ഒന്നിൽ വീടിന് തീ പിടിക്കുക, എന്തെങ്കിലുമൊക്കെ. അപ്പൊ അതില് വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ. അപ്പൊ അതൊക്കെ നമ്മൾ സർവ്വസാധാരണ ചെയ്യണം. പക്ഷെ ഇതിന്റെ ഗുണം ആരും ചിന്തിക്കലില്ല. പടച്ചോന്റെ ഇതിന്റെ ഗുണം ലോകരെ മുഴുവനും, ഒരാൾക്ക് ജീവൻ കൊടുത്താൽ ലോകരെ മുഴുവൻ ജീവൻ കൊടുത്തതിന് സമം. അപ്പൊ എത്ര പ്രതിഫലമുള്ളൊരു വിഷയമാണ്. ഒരാള് അറ്റാക്ക് ഉണ്ടായി, പെട്ടെന്ന് അയാൾ ഹോസ്പിറ്റലിൽ എത്തിക്കലാണ് വേണ്ടത്. അന്നേരം ആലോചിക്കലല്ല, എനിക്ക് വേറെന്തോ തിരക്കുണ്ട് പറഞ്ഞിക്കലല്ല. ആ നേരം നമ്മുടെ ഏത് തിരക്കിനേക്കാൾ പോണേക്കാൾ ഏറ്റവും വലിയ കൂലിയിട്ടല്ല എന്താ, ലോകരെ മുഴുവൻ രക്ഷപ്പെടുത്തിയ കൂലിയാണ് ആ നേരം ഇവൻ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഒരാൾ ആക്സിഡന്റിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പ്രശ്നമാണ്. ഇങ്ങനെ ഓരോന്നുണ്ടാവുമല്ലോ. ഇതിപ്പോ മനുഷ്യരുടെ കാര്യം, ജീവികളെ തന്നെ ഒരു വിശന്ന് വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്ത് പോയതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങള് ഇതൊക്കെ മനസ്സിലാകും, നീയത്ത് വെച്ച് ചെയ്യും. സർവ്വസാധാരണ ആരും ചെയ്യും. ഒരു ആക്സിഡന്റ് ആയി പെട്ടെന്ന് എല്ലാവരും ഉടനെല്ലാം ചെയ്യും, ആശുപത്രിയിലൊക്കെ ഉണ്ട്. പക്ഷെ ഈ നീയത്തൊന്നും അയാളെ മനസ്സിലുണ്ടാവില്ല. അപ്പൊ മനുഷ്യന്റെ ശരീരത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ചെയ്യുന്നവർക്ക് വലിയ കൂലിയാണ് പോയി പറയണത്.
പിന്നെ സ്വയം സുരക്ഷയെ പറ്റി നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. രോഗം വന്നാൽ ചികിത്സിക്കണം, വരുന്നതിന് മുമ്പ് അത് വരാതിരിക്കാനുള്ള പണികൾ നോക്കണം, അങ്ങനെ പല വിഷയങ്ങളുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം. എന്താണെന്നറിയാം? ദിക്റുകൾ, ദുആകൾ. ദിക്റുകൾ നമ്മുടെ ശരീര സംരക്ഷണത്തിനുള്ള ദിക്റുകൾ കുറേയുണ്ട്. ഇപ്പൊ രാവിലെ 3, വൈകുന്നേരം 3 വട്ടള്ളിയിൽ ഒന്നെന്താ? ബിസ്മില്ല അല്ലദി ലാ യദുറു മഅ ഇസ്മി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ ഓ സമീഉൽ അലീം എന്ന് പറഞ്ഞാൽ അവന് വൈകുന്നേരമാണ് വലിയ അപകടം പറ്റില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം ജില്ല നേരം വെളുക്കുന്നവരെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷ ഉണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നമ്മളൊരു നാട്ടിലേക്ക് യാത്ര പോയി, അവിടുത്തെ കാലാവസ്ഥ മറ്റൊക്കെ മോശമാവുന്നതിലൊക്കെ ഉണ്ടാകുന്നല്ലോ. പക്ഷെ നബി പറഞ്ഞു, എവിടെ നാട്ടിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ അടുത്ത പ്രശ്നമൊന്നും അവനെ ബാധിക്കൂല. ഇങ്ങനെ ദിക്റുകൾ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമ്മുടെ സുരക്ഷ, സമൂഹത്തിന്റെ സുരക്ഷയൊക്കെയാണ് ഇസ്ലാം കാണുന്നത്. മാത്രമല്ല അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലവും, ഒന്ന് ഭൗതികമായി നമ്മുടെ ശരീരത്തിന്റെ സുരക്ഷ, അതിനേക്കാൾ അപ്പുറം പരലോകത്ത് വലിയ ഗുണം കിട്ടുന്ന വിഷയങ്ങൾ കൂടിയാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കുക വഴി ഉണ്ടാകുന്നത് എന്ന് ഇതിൽ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ അപകടം പിടിച്ച കാര്യം, വേറൊരുത്തനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പണി ചെയ്തത്. ഒരാളെ കൊന്നാൽ തന്നെ ലോകം മുഴുവൻ കൊന്നതെന്നുള്ള പറഞ്ഞു. എന്നാൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്നവരൊന്നില്ലേ? ഇവിടെ ഫലസ്തീനിലും ഗസയിലും അങ്ങനെയൊക്കെയുള്ള നിരപരാധികളായ ആൾക്കാരെ കൊന്നൊടുക്കുന്നവർ. ഒരാളെ കൊന്നാൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ അത്തരം ആൾക്കാരെ കാത്തിരിക്കുന്ന ശിക്ഷകൾ എന്തൊക്കെയായിരിക്കും? അങ്ങനെയുള്ള ക്രൂരന്മാരും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്, പണ്ടും മുമ്പൊക്കെ ഉണ്ട്. അപ്പൊ അവരാണ് ഈ ലോകത്തെ ഭീകരവാദികളും പ്രശ്നക്കാരും ഒക്കെ. നല്ലവരെ പറ്റി മോശമായി ചിത്രീകരിക്കുന്ന കാലം പണ്ടൊന്നൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിനിടയിലൊക്കെ ശരിയായ ഹക്കെന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് അതിന്റെ വാഹകരാകുകയും അതിന്റെ പ്രചാരകരാകുകയും ഒക്കെ ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. അള്ളാഹു നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد. الله أكبر الله أكبر أشهد أن لا